ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് സിക്ക് ലീവിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നേഴ്സസിന് എത്ര സിക്ക് ലീവ് ഇവിടെ UAE കിട്ടും, അതുപോലെ എത്ര പെയ്ഡ് കിട്ടും, എത്ര അൺപെയ്ഡ് ആയിട്ടുള്ളത് കിട്ടും, എത്ര വരെ നമുക്ക് എടുക്കാം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക്, എന്നിരുന്നാൽ പോലും ഫ്രഷറായിട്ട് ഇപ്പോൾ കയറിയവർക്കോ അല്ലെങ്കിൽ കയറാനിരിക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആയണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. യൂഷ്വലി നമുക്ക് UAE 15 ഡേയ്സ് ആണ് പെയ്ഡ് ആയിട്ടുള്ള സിക്ക് ലീവ് കിട്ടുന്നത്. ആ സിക്ക് ലീവ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർ ആയിട്ട് ഒരു ഹോസ്പിറ്റലോ ക്ലിനിക്കോ എവിടെയെങ്കിലും പോയി എടുത്ത് നമുക്ക് അവിടുന്ന് സിക്ക് ലീവ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങാനുള്ള സംഭവമാണ് സിക്ക് ലീവ് സർട്ടിഫിക്കറ്റ്. അതിന് നമ്മൾ പേയ്മെന്റ് അടയ്ക്കണം. ദുബായിലാണെങ്കിൽ 80 ഡറംസ്, പിന്നെ ഷാർജ അജ്മാൻ ആ ഭാഗത്തൊക്കെ ആണെങ്കിൽ 50 ഒക്കെ വരുന്നുള്ളൂ. ചില സ്ഥലത്ത് 80 തന്നെ മേടിക്കുന്നുണ്ട് കേട്ടോ, ചില സ്ഥലത്ത് 50 വരുന്നുള്ളൂ. MOHന്റെ ഒക്കെ അണ്ടറിലുള്ളതാണെങ്കിൽ 50 ഡറംസ് ആണ് വരുന്നത്. അത് നമ്മൾ കൺസൾട്ടേഷൻ അല്ലാണ്ട് എക്സ്ട്രാ സിക്ക് ലീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ഇപ്പോൾ നിങ്ങൾക്ക് ഒട്ടും വയ്യ 2 ഡേയ്സ് സിക്ക് എടുക്കണമെന്ന് ലീവ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോക്ടർ എന്ത് ചെയ്യും, സിക്ക് ലീവ് എഴുതും. അപ്പൊ നമ്മളത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആയിട്ടുള്ള സിക്ക് ലീവ് അണ്ടർ MOH അല്ലാണ്ട് അണ്ടർ DHയുടെ അണ്ടറിലുള്ള സിക്ക് ലീവ് പേപ്പർ നമ്മൾ എന്ത് ചെയ്യണം, അതാത് കമ്പനി ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് സിക്ക് ലീവ് കിട്ടുള്ളൂ. അങ്ങനെയുള്ള ഒരു വർഷത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് എടുക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ഡേയ്സ് ആണ് പെയ്ഡ് ആയിട്ടുള്ള സിക്ക് ലീവ് ഉള്ളത്. അൺപെയ്ഡ് ആയിട്ട്, അതായത് ഹാഫ് പേയ്മെന്റ് ആയിട്ടുള്ളത് 30 ഡേയ്സ്. ഇപ്പൊ നിങ്ങൾക്ക് മേജർ ആയിട്ട് ഒരു സർജറി ചെയ്തു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്സിഡന്റ്, ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടീഷൻ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങളിപ്പോൾ മോർ ദാൻ 15 ഡേയ്സ് എടുക്കുകയാണെങ്കിൽ അപ്പോൾ അടുത്ത 30 ഡേയ്സിന് ഹാഫ് ഡേ പേയ്മെന്റ്, അത് സാലറിയുടെ ഹാഫ് നമുക്ക് 30 ഡേയ്സിന് കിട്ടുള്ളൂ. പിന്നെ മോർ ദാൻ 45 ഡേയ്സ് ആണെങ്കിൽ നമുക്ക് അൺപെയ്ഡ് ആയിട്ടുള്ള ലീവ് ആയിരിക്കും. പിന്നെ നിങ്ങൾ അതിന് പ്രോപ്പർ ആയിട്ടുള്ള സീൽഡ് ആയിട്ടുള്ള എന്ത് ചെയ്യുന്നത്, QR കോഡൊക്കെ ഉള്ള സീൽഡ് ആയിട്ടുള്ള, അതായത് കൺസൾട്ടൻ്റെ അടുത്ത് നിന്ന് പ്രോപ്പർ ആയിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വാങ്ങി നമ്മളിവിടെ ഹാജരാക്കിയാൽ മാത്രമേ നമുക്ക് ആ ജോലിയിൽ പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. മോർ ദാൻ 45 ഡേയ്സ് ആണെങ്കിലുള്ള കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പെയ്ഡ് ആയിട്ടുള്ളത് 15 ഡേയ്സ് ഉണ്ട്. അതായത് നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് എടുക്കില്ല, നമ്മൾ സിക്ക് ആകുമ്പോഴാണല്ലോ സിക്ക് ലീവ് എടുക്കുക. അപ്പോൾ പ്രോപ്പർ ആയിട്ട് ഫിസിഷ്യനെ കണ്ട് എന്ത് ചെയ്യുക, സിക്ക് ലീവ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് നമുക്ക് 50 ഡേയ്സ് പെയ്ഡ് ആയിട്ടുള്ളത് എടുക്കുക. അത് ക്ലിനിക്കും പ്രൈവറ്റും ഗവൺമെന്റും എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ് കേട്ടോ. UAE റൂൾ അനുസരിച്ചിട്ട് അത് ഹാഫ് പേയ്മെന്റ് ആണെങ്കിൽ 30 ഡേയ്സ് വരെ കിട്ടും, അൺപെയ്ഡ് ആണെങ്കിൽ 45 ഡേയ്സ്. മോർ ദാൻ 45 ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെതായ പ്രോപ്പർ ആയിട്ടുള്ള എവിഡൻസും കാര്യങ്ങളും സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ജോലിയിൽ, അതിപ്പോൾ ഗവൺമെന്റ് ആണെങ്കിൽ പോലും നമുക്ക് ആ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ സിക്ക് ലീവിനെ കുറിച്ചിട്ട് മോർ എന്തെങ്കിലും അറിയാമെങ്കിൽ ഉറപ്പായിട്ടും മെസ്സേജ് അയക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.